ഹായ് ഫ്രണ്ട്സ്, PCB ഡിസൈനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ PCB മേക്ക് ചെയ്യാൻ ആവശ്യമായ ഔട്ട്പുട്ട് ഫയലുകൾ എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കുന്നത്. PCBയുടെ ഒരു ക്രോസ് സെക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം, മുകളിൽ SMD കമ്പോണൻറ്റ് സോൾഡർ ചെയ്ത് കാണാം. പിന്നെ ഒരു പച്ച കളർ ലെയർ കാണാം, അതിന് നമ്മൾ സോൾഡർ മാസ്ക് ലെയർ എന്ന് പറയും. പിന്നെ അതിന് താഴെ ഡബിൾ സൈഡ് PCB ആണെങ്കിൽ അതിന് താഴെ ഒരു കോപ്പർ ക്ലാഡ് ഉണ്ടാവും. അതിന് താഴെ ഒരു FR4 ഡയലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാവും, നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഉണ്ടാവും. അതിന് താഴെ വീണ്ടും കോപ്പർ ക്ലാഡ് വരും, സോൾഡർ മാസ്ക് വരും, സിൽക്ക് സ്ക്രീൻ വരും. രണ്ട് സൈഡാണെങ്കിൽ അതിന് താഴെ കമ്പോണൻസിൻ്റെ അതും വരും. പിന്നെ കൂടുതൽ ലെയർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ലെയറുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിതിനാവശ്യമുള്ള ഗർബറുകൾ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, ഔട്ട്പുട്ട് ഫയൽ എങ്ങനെ ജനറേറ്റ് ചെയ്യണം നോക്കുന്നത്. അതായത് PCB നമ്മൾ മേക്ക് ചെയ്യണമെങ്കിൽ ഈ ഔട്ട്പുട്ട് ഫയൽ ആവശ്യമുണ്ട്. ഈ ഔട്ട്പുട്ട് ഫയലിനകത്ത് ആർട്ട് വർക്കുകൾ ഉണ്ടാവും. ആർട്ട് വർക്കുകൾ സാധാരണ സ്ക്രീൻ പ്രിൻറ്റ് ചെയ്തിട്ട് ട്രാക്കുകൾ എച്ച് ചെയ്യാനും അതിന് മുകളിൽ സോൾഡർ മാസ്ക് പ്രിൻറ്റ് ചെയ്യാനും സിൽക്ക് സ്ക്രീൻ പ്രിൻറ്റ് ചെയ്യാനും ഉപയോഗിക്കാം. ഇത് നമ്മൾ ഒരു ആർട്ട് വർക്ക്, ടോപ്പ് ലെയർ ആർട്ട് വർക്ക് നമ്മൾ സ്ക്രീൻ പ്രിൻറ്റ് ചെയ്തിട്ട് കെമിക്കൽ എച്ച് ചെയ്തതിന് ശേഷമുള്ള ഒരു പിക്ചറാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ട്രാക്കുകൾ മാത്രം ഇവിടെ കാണാം, ബാക്കിയുള്ളതൊക്കെ എച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിന് മുകളിലൊരു ഒരു ഇൻസുലേറ്റ് ചെയ്യാനുള്ളൊരു കോട്ടിങ് ചെയ്യും, ഒരു ലാമിനേഷൻ കോട്ടിങ് ചെയ്യും, പച്ച കളറുള്ള. അതിന് പല കളർ ഇപ്പോൾ വരുന്നുണ്ട്, പച്ച കളറുണ്ട്, മഞ്ഞയുണ്ട്, റെഡ്, ബ്ലൂ, അങ്ങനെ പല കളർ, ബ്ലാക്കൊക്കെ വരുന്നുണ്ട്. ഇത് നോക്കിയാണ് സോൾഡർ മാസ്ക്, ഒരു പച്ച കളർ സോൾഡർ മാസ്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോൾഡർ മാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് ഒരു ലാമിനേഷനാണ്. ട്രാക്കുകളൊന്നും ഡാമേജ് ആയി പോകാതിരിക്കാനും പിന്നെ സോൾഡറുകൾ ജോയിൻ്റ് പെട്ടെന്ന് ജമ്പ് വരാതിരിക്കാനും സോൾഡർ ചെയ്യുമ്പം അടുത്തടുത്തുള്ള പിന്നുകൾ തമ്മിൽ പെട്ടെന്ന് കണക്ട് ചെയ്ത് വരാതിരിക്കാനുള്ള ഒരു കോട്ടിങ്ങാണ് സോൾഡർ മാസ്ക് എന്ന് പറയുന്നത്. സോൾഡർ മാസ്ക് ചെയ്തതിന് ശേഷം നമ്മൾ സിൽക്ക് സ്ക്രീൻ പ്രിൻറ്റ് ചെയ്യും. സിൽക്ക് സ്ക്രീൻ നമ്മളതിന് പറയാൻ ചില കമ്പോണിൻ്റെ പിക്ചറുകൾ വൈറ്റ് കളറിൽ കാണാം, നമ്മൾ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന കമ്പോണിൻ്റെ പിക്ചറുകൾ, കമ്പോണിൻ്റെ റെഫറൻസ് നമ്പറുകൾ, അങ്ങനെയൊക്കെ അതിലുണ്ടാവും. നമുക്ക് കമ്പോണ്ട് പെട്ടെന്ന് അസംബിൾ ചെയ്യാം, ബോർഡ് അസംബിൾ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതിന് ആവശ്യമുള്ള കമ്പോണ്ട് നമുക്ക് കറക്റ്റായുള്ള പൊസിഷനിൽ ഇടാൻ പറ്റും, പൊളാരിറ്റി മാറിപ്പോകാതെ. അതിനാണ് നമ്മൾ സിൽക്ക് സ്ക്രീൻ പ്രിൻറ്റ് ചെയ്യുക. സിൽക്ക് സ്ക്രീൻ രണ്ട് സൈഡ് കമ്പോണ്ട് ഉണ്ടെങ്കിൽ രണ്ട് സൈഡിലും സിൽക്ക് സ്ക്രീൻ ഉണ്ടാവും. ഞാൻ PCB ഡിസൈനർ സോഫ്റ്റ്വെയറിൽ ഓർക്കാഡ് 17.4 വെർഷനിലുള്ള PCB ഡിസൈനറാണിത്. അതിനകത്ത് ആണ് നമ്മൾ അതിൻ്റെ ഗർഭ ഫയൽ ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ PCB ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഞാനിപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് വൈറ്റ് ആക്കി കൊടുക്കുകയാണ്. കളർ സെറ്റിങ്ങിൽ പോയിട്ട് കാണാൻ കുറച്ചുകൂടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഗർബർ എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കണം. ആദ്യം ഗർബർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഗർബറിൻ്റെ പാരാമീറ്റർ ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓരോ ലെയറുകളൊന്ന് ഓഫ് ഓൺ ചെയ്ത് നോക്കുകയാണ്. ഇത് ബോട്ടം സൈഡ് ക്ലാഡാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് ഗർബർ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പാരാമീറ്റർ സെറ്റ് ചെയ്യണം. അതിൻ്റെ ഗർബറിൻ്റെ പാരാമീറ്റർ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മില്ലിമീറ്ററിലാണ് PCB ഡിസൈൻ ചെയ്യും. മില്ലിമീറ്ററിൽ ഇഞ്ചിൽ നമുക്ക് PCB ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ മില്ലിമീറ്ററിലാണ് ഈ PCB ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ സെറ്റിങ് മില്ലിമീറ്ററിലായിരിക്കണം. പിന്നെ ഔട്ട്പുട്ട് ഫോർമാറ്റ് നമ്മളിവിടെ RS274 എന്ന ഔട്ട്പുട്ടാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് നോർമലി PCB കൂടുതലായിട്ടും PCB മേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫോർമാറ്റ്, ഗർബർ ജനറേറ്റ് ചെയ്യാനായിട്ട്. ബാക്കി സെറ്റിങ്ങിലൊന്നും വലിയ മാറ്റം ഇല്ലാതെ ഡിഫോൾട്ടായിട്ട് തന്നെ ചെയ്യാം. ഗർബറിൻ്റെ പാരാമീറ്റർ സെറ്റ് ചെയ്തിട്ട് അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും എക്സ്പോർട്ട് എന്നുള്ള മെനുവിൽ പോയിട്ട് ഗർബർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇനി നമ്മൾ ഗർബർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഫയലാണ്. ഔട്ട്പുട്ട് ഫയൽ ഇപ്പോൾ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ഒരു രണ്ട് ഫിലിം കിടപ്പുണ്ട്. അതിലേക്ക് നമുക്ക് സബ് ക്ലാസ്സുകൾ DRC എറർ ചെക്കിൻ്റെ ഒരു സബ് ക്ലാസ് കൂടെ ആഡ് ചെയ്യാനുണ്ട് ടോപ്പിൽ. അത് മാനുഫാക്ചറിന് ആവശ്യം വന്നേക്കും, അതുകൊണ്ട് അതുകൂടെ ആഡ് ചെയ്തേക്കാം ടോപ്പിലും ബോട്ടത്തിലും. ബോട്ടം ഫിലിമിൽ അതുപോലെ തന്നെ ഒരു സബ് ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കണം. DRC എറർ ചെക്ക് എന്നുള്ളതിനകത്ത് ടോപ്പ് എന്നുള്ള ഒരു ഇതുണ്ട്, സബ് ക്ലാസ് ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക.
ഇപ്പോൾ നമ്മുടെ 2 ആർട്ട് വർക്ക് വന്നു. ഇനി നമുക്ക് വേണം സോൾഡർ മാസ്കിൻ്റെ 2 ലെയർ PCB ആയതുകൊണ്ട് ടോപ്പ് ലെയർ സോൾഡർ മാസ്ക് വേണം, ബോട്ടം ലെയർ സോൾഡർ മാസ്ക് വേണം. അന്നേരം ഈ PCB ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആവശ്യമുള്ള ഒബ്ജക്റ്റുകൾ ക്ലാസ്സുകൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അത് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഫിലിം എന്ന് അതിന് നമ്മൾ പറയാം. ഫിലിം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സബ് ക്ലാസ്സുകൾ ആവശ്യമുള്ള ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യണത്. ബോഡി ജിയോമെട്രിയിലുണ്ട് സോൾഡർ മാസ്ക് ടോപ്പ് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് കിടപ്പുണ്ട്, സബ് ക്ലാസ് കിടപ്പുണ്ട്, അത് എടുക്കുക. പാക്കേജ് ജിയോമെട്രിയിലുണ്ട്. പിന്നെ അതുപോലെ DRC എറർ ചെക്കിലുണ്ട് സോൾഡർ മാസ്ക് ടോപ്പ് എന്നുള്ളത്. അതും എല്ലാം ചെക്ക് മാർക്ക് ആവശ്യമുള്ളതൊക്കെ സബ് ക്ലാസ്സുകൾ ചെക്ക് മാർക്ക് ചെയ്യുക. അതിൽ പിന്നിൻ്റെയും വയ ക്ലാസ്സിനകത്തും ഉണ്ട് സോൾഡർ മാസ്ക് ടോപ്പ്. അതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോൾഡർ മാസ്ക് ടോപ്പിൻ്റെ ഒരു ഫിലിം അവിടെ റെഡിയാവും ജനറേറ്റ് ചെയ്യാനായിട്ട്. സോൾഡർ മാസ്ക് ബോട്ടത്തിൽ അതുപോലെ തന്നെ ക്ലാസ്സുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് മെയിനായിട്ടുള്ള ആ ഫിലിം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് മാനുവലിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പേര് കൊടുത്തിട്ട് സോൾഡർ മാസ്ക് ബോട്ടം എന്നുള്ളൊരു ഫിലിമിനുള്ള പേര് കൊടുക്കുക. സോൾഡർ മാസ്ക് ബോട്ടം മെയിൻ ക്ലാസ് അല്ലെങ്കിൽ ഫിലിം എന്ന് അതിന് പറയാം. അതിൽ ഇതുപോലെ തന്നെ പാക്കേജ് ജിയോമെട്രി, ബോർഡ് ജിയോമെട്രിയിൽ നിന്നും സോൾഡർ മാസ്ക് ബോട്ടം, അതുപോലെ തന്നെ DRC എറർ ചെക്ക്, പിന്നെ എന്നുള്ള ക്ലാസ്സിലുള്ള അതിൻ്റെ സോൾഡർ മാസ്ക് ബോട്ടം എന്നുള്ള സബ് ക്ലാസ് എടുക്കുക, വയേഡ് എടുക്കുക. ആവശ്യമുള്ള സബ് ക്ലാസ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോൾഡർ മാസ്ക് ബോട്ടത്തിൻ്റെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഫിലിം അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ സിൽക്ക് സ്ക്രീനിൻ്റെ ഒരു ഫിലിം നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ബോർഡ് ഔട്ട്ലൈന് വേണ്ടിയിട്ട്, അതായത് PCB ഓട്ടോമാറ്റിക് പ്രോസസ്സാണ് കൂടുതലും PCB മേക്കേഴ്സ് ചെയ്യുന്നത്. പ്രൊഫഷണലായിട്ട് PCB മേക്ക് ചെയ്യുന്നവർ ഓട്ടോമാറ്റിക് CNC മെഷീൻസാണ് കൂടുതൽ ഉപയോഗിക്കുക. അതിന് ആവശ്യമായുള്ള ബോർഡ് ഔട്ട്ലൈൻ നമ്മൾ ഒരു ഫിലിം ചെയ്യേണ്ടി വരും, ഒരു ഫയല്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. സിൽക്ക് സ്ക്രീൻ നമുക്ക് ഇങ്ങനെയും ചെയ്യാം, അല്ലാതെ നമുക്ക് ഇതിനകത്ത് സിൽക്ക് സ്ക്രീൻ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക് നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റ് മാത്രം ആഡ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേറെ ഉണ്ട് ഇതിനകത്ത്, PCB ഡിസൈനറിനകത്ത്. അത് ഞാൻ തൽക്കാലം ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, രണ്ടും കൂടെ മിക്സപ്പ് ആയി പോവും. ഇപ്പോൾ സിൽക്ക് സ്ക്രീനിൻ്റെ നമ്മൾ ചെയ്തു. അതിൽ ബോർഡ് ഔട്ട്ലൈൻ ചെയ്യാം. ആറ് ഫിലിമുകളാണ് നമുക്ക് വേണ്ടത്. എല്ലാം സെലക്ട് ഓൾ കൊടുത്തിട്ട് ക്രിയേറ്റ് ആർട്ട് വർക്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആർട്ട് വർക്ക് ഫിലിം എല്ലാം ക്രിയേറ്റ് ചെയ്യും. ഒരു ലോഗ് ഇവിടെ കാണിക്കാം. ക്രിയേറ്റ് ചെയ്യാത്ത എന്തെങ്കിലും എറർ ഉണ്ടോ, വാണിംഗ് ഉണ്ടോ. വാണിംഗ് വലിയ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന വാണിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാം. എറർ ഉണ്ടെങ്കിൽ നമ്മൾ ആ എറർ സോൾവ് ചെയ്യണം. ഇതാ ഒരു ലോഗ് ഫയലാണ്, ആർട്ട് വർക്ക് ജനറേറ്റ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു ലോഗ് ഫയലാണ്. ആ ലോഗ് ഫയൽ സേവ് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രോജക്റ്റ് ഡയറക്ടറിയിലായിരിക്കും. അത് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക, പ്രോജക്റ്റ് ഡയറക്ടറി എന്നുള്ളത്. എന്നിട്ട് നമ്മുടെ മൈ കമ്പ്യൂട്ടറിനകത്ത് പോയിട്ട് അതിൻ്റെ ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൾഡറിലേക്ക് പോവാം. അതിൽ നോക്കിയാൽ കാണാം ആർട്ട് വർക്കുകൾ കിടക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഡ്രില്ല്, PCB ഡ്രില്ല് ചെയ്യാനുള്ള ഇത് ചെയ്യണം. അതിന് NC ഡ്രില്ലിൻ്റെ പാരാമീറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. NC പാരാമീറ്റർ
ഞാൻ ഇവിടെ മെട്രിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഇത് എടുക്കാൻ വേണമെങ്കിൽ ആവശ്യമുള്ള ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. പാരാമീറ്റർ NC പാരാമീറ്റർ, അതിനുശേഷം NC ഡ്രില്ല് ഫയൽ ജനറേറ്റ് ആണ്. ഇതിനാണ് നമ്മൾ ഡ്രിൽ ഫയൽ. ഡ്രില്ലിങ് കൂടുതലും CNC ഇതാണ്, ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അതിനാവശ്യമുള്ള ഒരു ഫയലാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ന്യൂമറിക്കൽ കൺട്രോൾ NC ഡ്രിൽ എന്ന് പറയുക. ഡ്രിൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്ലോസ് ചെയ്തേക്കുക. ഇപ്പോൾ നമ്മുടെ ഡ്രിൽ ഫയൽ നമ്മുടെ പ്രോജക്റ്റ് ഡയറക്ടറിയിലേക്ക് വന്നിട്ടുണ്ട്. .drl എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത പാരാമീറ്ററിനും ഓരോ ഫയലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആർട്ട് വർക്കുകൾ, ഡ്രിൽ ഫയൽ, പാരാമീറ്റർ ഫയലുകൾ സെലക്ട് ചെയ്തിട്ട് അതൊരു സിപ്പ് ഫോൾഡറിലേക്ക് ആക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ടു സിപ്പ് എന്ന് കൊടുക്കുക. സിപ്പ് ഫയലിനൊരു പേര് കൊടുക്കുക. നമ്മൾ സിപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആ സിപ്പ് ഫയലൊന്ന് അൺസിപ്പ് ചെയ്ത് നോക്കണം. അതിനകത്ത് നമ്മൾ ആവശ്യമുള്ള എല്ലാ ഫയലും കിടപ്പുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. വീഡിയോ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതെങ്ങനെ നമ്മൾ ഇപ്പോൾ ജനറേറ്റ് ചെയ്ത ഫയലുകൾ ആർട്ട് വർക്കൊക്കെ എങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കും. നമ്മൾ ഒരു ലേസർ പ്രിൻ്ററിലേക്ക് എങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കും. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതെങ്ങനെ ബട്ടർ പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതെങ്ങനെ എക്സ്പോസ് ചെയ്ത് സ്ക്രീൻ പ്രിൻ്റ് ചെയ്ത് എച്ച് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ ഓൾ. നമ്മുടെ എക്സ്ട്രാക്റ്റ് എല്ലാ ഫയലും ഉണ്ട്.